രാത്രിയുടെ ആഴത്തിലുള്ള നിശബ്ദത, പുലർച്ചെയുടെ ആദ്യ ശ്വാസം ഭൂമിയെ തൊടുന്ന നിമിഷം. ആകാശം ഇനിയും വെളിച്ചം കാണാത്ത സമയം. പക്ഷേ ചില വീടുകളിൽ ഇതിനകം ഒരു ഉണർവ് ആരംഭിച്ചിട്ടുണ്ട്. വെടിക്കെട്ടിൻ്റെ ആദ്യ ശബ്ദം അങ്ങ് ദൂരെയായി പൊട്ടുമ്പോൾ അതൊരു ശബ്ദം മാത്രമല്ല, ഒരു വിളി, ഒരു ദൈവത്തിൻ്റെ വിളി. ഉറക്കത്തിലായിരുന്ന ചിലർ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. അവരുടെ കണ്ണുകളിൽ ഒരു മാറ്റം, ശരീരത്തിൽ ഒരു വിറയൽ, മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ശക്തി. അത് സാധാരണ ഉണർച്ചയല്ല, ദൈവികാവേശത്തിൻ്റെ ആദ്യ സ്പർശം. ആ നിമിഷങ്ങളിൽ കുടുംബാംഗങ്ങൾ അവരുടെ ചുറ്റും നിൽക്കും, അവരെ പിടിച്ചു നിർത്തും. കാരണം ആ ശക്തി അത്ര എളുപ്പത്തിൽ നിയന്ത്രിക്കാനാവാത്തതാണ്. അവർ ശാന്തമായി നിൽക്കുന്നില്ല, അവരുടെ ഉള്ളിൽ ഒരു ശക്തി ഉണരുന്നു. ദേവിയുടെ സാന്നിധ്യം അവരിൽ നിറയുന്നു. ഏകദേശം 80 വർഷങ്ങൾക്ക് മുൻപ് മന്നമംഗലം ദേശം ഭീകരമായ വസൂരി രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടു. അനേകം ജീവൻ നഷ്ടപ്പെടുകയും നാട്ടുകാരുടെ ജീവിതം ദുരിതപൂർണമാവുകയും ചെയ്തു. അതിവേദനയോടെ ദേശവാസികൾ ഒത്തുചേർന്ന് നാട്ടുമുഖ്യനായ പറമ്പിൽ കേളുവിൻ്റെ നേതൃത്വത്തിൽ ശ്രീ പിഷാരിക്കാവിലെത്തി. വടക്കേ നടയുടെ മുന്നിൽ അമ്മയുടെ സന്നിധിയിൽ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ അവർ അഭയം തേടി. വസൂരിയുടെ വലിപ്പം പ്രതിനിധീകരിക്കുന്ന സ്വർണ്ണമണി അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഭക്തരുടെ ആ നിർമ്മലമായ പ്രാർത്ഥന ഫലവത്തായി. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ വസൂരി രോഗം ആ ദേശത്തു നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷമായി. ആ മഹിമയുടെ സ്മരണയ്ക്കായി അന്നു മുതൽ ഓരോ വർഷവും സ്വർണ്ണമണികൾ കൂട്ടിച്ചേർത്ത് ഒരു വിശിഷ്ടമായ മണിമാല അമ്മയ്ക്ക് സമർപ്പിക്കുന്ന പുണ്യകർമ്മം ആരംഭിച്ചു. പറമ്പിൽ കേളുവിൻ്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ച ഈ ആചാരം നാട്ടുകാർ ഏറ്റെടുത്ത് കടൽ തീരത്തുള്ള സ്വാമിയാർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന രീതിയിൽ ഇതിനെ വിപുലീകരിച്ചു. രോഗശാന്തിക്കും അനുഗ്രഹത്തിനുമായി ഭക്തജനങ്ങൾ നേർച്ചയായി സമർപ്പിക്കുന്ന ഓരോ സ്വർണ്ണമണിയും ചേർത്ത് വ്രതശുദ്ധിയോടെയും അതിയായ ഭക്തിയോടെയും വസൂരിമാല വരവ് എന്ന മഹത്തായ ഉത്സവം ആയി ഇത് ഇന്നും തുടരുന്നു. സ്വാമിയാർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വസൂരിമാലയെ 41 ദിവസത്തെ വ്രതശുദ്ധിയോടെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. ഈ സമയത്ത് ചെണ്ടമേളം, നാദസ്വരം, കൊടിതോരണങ്ങൾ, കോമരങ്ങൾ, ഭക്തജന സമൂഹം കൂടാതെ മറ്റു വീടുകളിൽ നിന്നുള്ള 16 ഉപവരവുകൾ എല്ലാം കൂടി ഈ എഴുന്നള്ളിപ്പ് ഭക്തഹൃദയങ്ങളിൽ അതുല്യമായ ദൈവാനുഭവമായി മാറുന്നു.